മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസം തിരഞ്ഞെടുപ്പ് ചർച്ചയാക്കാൻ LDF. ഫണ്ട് പിരിച്ച് സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും നുണ ആവർത്തിച്ച് പറയുന്നത് ജനം തിരിച്ചറിയുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചു. ഫണ്ടുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്കുണ്ടെന്നും അത് പിന്നീട് പുറത്തുവിടുമെന്നുമാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെയും പ്രതികരണം. രാഷ്ട്രീയമായി പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങളിൽ നിന്ന് തിരഞ്ഞെടുപ്പ് ചർച്ചകളെ UDF-ലേക്ക് വഴിതിരിച്ചുവിടാനാണ് വയനാട് പുനരധിവാസത്തെ LDF ഉപയോഗിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി അതിനുള്ള ശ്രമമുണ്ടെങ്കിലും CPIM കേന്ദ്ര കമ്മിറ്റി ഫണ്ട് കണക്ക് പുറത്തുവിട്ടതിലൂടെ ലക്ഷ്യം നേടാനാണ് പുതിയ നീക്കം. പുനരധിവാസനായി പിരിച്ച ഫണ്ട് കോൺഗ്രസ് വകമാറ്റിയെന്ന് ആരോപിക്കുന്ന LDF കണക്ക് പുറത്തുവിടാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. കണക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ കണക്ക് പറയാനില്ലല്ലോ, ഇപ്പോഴും വ്യക്തത വരുന്നില്ലല്ലോ, എവിടെയും ആ പണമില്ലല്ലോ. ഇതുപോലുള്ള ദുരന്തഘട്ടത്തിൽ ഇത്തരം പിരിവുകൾ നടത്തി അത് മറ്റു വഴിക്ക് സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുന്നത് ശരിയാണോ? രാഷ്ട്രീയമായി തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് LDF പുനരധിവാസ ഫണ്ട് വിഷയം ആവർത്തിച്ചുന്നയിക്കുന്നതെന്നാണ് UDF-ന്റെ മറുപടി. കോൺഗ്രസിന്റെ കാര്യത്തിൽ കണക്ക് കൃത്യമായിട്ടുണ്ട്. നിങ്ങൾ ഈ കാര്യത്തിലൊക്കെ പറയുന്നത് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ കാര്യത്തിലുള്ള കണക്ക് കൃത്യമായിട്ടുണ്ട്. അത് വയനാട്ടിലെ ജനങ്ങളുടെ മുമ്പിലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലും വെക്കുന്ന ഒരു ബുദ്ധിമുട്ടും കോൺഗ്രസിനില്ല. പദ്ധതി പൂർത്തിയാകുമ്പോൾ കണക്ക് അവതരിപ്പിക്കും. ആദ്യം രക്തസാക്ഷി ഫണ്ട് തട്ടിച്ച കണക്ക് പറയട്ടെ എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. രോഷത്തോടെയായിരുന്നു സതീശന്റെ പ്രതികരണം. ഇവിടെ മാനിഫെസ്റ്റോ ഡിക്ലെയർ ചെയ്യുന്ന പരിപാടിയാണ്. മാനിഫെസ്റ്റോയിൽ ബന്ധപ്പെട്ട ഏത് ചോദ്യം ചോദിക്കാം, അല്ലാത്ത ചോദ്യത്തിനുള്ള മറുപടിയില്ല. നിങ്ങളോട് പറഞ്ഞല്ലോ, നേരിട്ടുള്ള വികസന സംവാദം നടന്നില്ലെങ്കിലും വയനാട് പുനരധിവാസം സംബന്ധിച്ച പത്രക്കുറിപ്പുകളിലൂടെയും ടെലിവിഷൻ പ്രതികരണങ്ങളിലൂടെയും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദം നടക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.